ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അണ്ണാമലൈ. രാജ്യത്തെ യുവ നേതാക്കൾക്കിടയിൽ കരുത്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ കൃത്യമായ നിലപാടുകൾ, വളരെ കൃത്യമായ വിഷൻ, അദ്ദേഹത്തിന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്, നിലപാടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ. ഭാവിയിൽ തമിഴ്നാട്ടിലെ BJP-യുടെ ചീഫ് മിനിസ്റ്ററായിട്ടും രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്ന ഒരാളാണ് അണ്ണാമലൈ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ BJP വിടാൻ പോകുന്നു, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ശരിക്കും അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തുറന്ന് ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല ഞാൻ BJP വിടാൻ പോവാണെന്ന്. ചിലപ്പോ അദ്ദേഹം BJP വിട്ടേക്കാം, പുതിയ പാർട്ടി ഉണ്ടാക്കിയേക്കാം. അദ്ദേഹം BJP-യിൽ തുടരുന്ന സാഹചര്യത്തെ കുറിച്ച് പറയാം. അതിനു മുന്നേ അദ്ദേഹം പാർട്ടി വിട്ടു എന്ന് കരുതുക. അണ്ണാമലയെ പോലെയുള്ള ഒരാൾ ഒരു പാർട്ടി വിട്ട് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ അത് വളരെ നല്ലതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം BJP-യിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. BJP എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്. ഒരു ദേശീയ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അതിൻ്റെ താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പം അണ്ണാമലൈ നേരത്തെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നത് അദ്ദേഹത്തിന് AIADMKയുമായിട്ട് BJP സഹകരിക്കുന്നതിനോട് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ ഒരു പരിധിവരെ ശരിയുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. AIADMK കുറെ കാലമായിട്ട് BJP-യുടെ കൂടെ നിന്നിട്ടുള്ളവരാണ്, പല പ്രശ്നങ്ങളിലും പല ആവശ്യങ്ങളിലും സഹകരിച്ചിട്ടുള്ളവരാണ്. സോ NDAയുടെ ഭാഗമായിട്ടുള്ള ഒരു കക്ഷിയായിട്ട് നിന്നതുകൊണ്ട് തന്നെ അവരെ പിണക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് BJP-ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. വ്യക്തികളെക്കാൾ കൂടുതൽ BJP കൂടുതലും പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ഇപ്പോൾ BJP ഇപ്പോൾ നേട്ടമുണ്ടാക്കിയോ ഇല്ലയോ എന്നതിന് പ്രസക്തിയില്ല. പല രാജ്യത്തെ സംസ്ഥാനങ്ങളിലും BJP-യെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ട പ്രയത്നം കൊണ്ടാണ് അവരവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 സീറ്റുകളിൽ അവർ വിജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. തൃശ്ശൂരിൽ അവരുടെ MP അവർക്ക് ലഭിച്ചു. സോ അങ്ങനെ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്നത് എത്ര കാലത്തിന് ശേഷമാണ്? വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അവർ അധികാരത്തിൽ എത്തുന്നത് എത്ര കാലത്തെ പരിശ്രമം കൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമോ വ്യക്തിയിൽ അധിഷ്ഠിതമോ ആയിട്ടല്ല BJP-യുടെ തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നയിക്കാൻ ഒരു വ്യക്തി ആവശ്യമാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ എല്ലായ്പ്പോഴും വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. BJP-ക്ക് BJP-യുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. അതിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അണ്ണാമലൈക്ക് വേണ്ടത് ഒരു ഫ്രീ ഹാൻഡാണ്. യാതൊരു ഇടപെടലും ഇല്ലാതെ ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയാൽ താൻ തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചു കാണിക്കാം എന്ന ഒരു കോൺഫിഡൻസ് ഉള്ളൊരു നേതാവാണ് അണ്ണാമലൈ. BJP-യെ പോലെ ഒരു ദേശീയ പാർട്ടിക്ക് അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റില്ല. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിലനിന്നിരുന്നു. അണ്ണാമലൈ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം സംസ്ഥാനത്തിന് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയ്ക്ക് അവിടെ ഈ ദേശീയ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഫ്രീഡം പൂർണ്ണമായിട്ട് കിട്ടണം. സോ അത് BJP-യിൽ അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളായിരിക്കണം ഇപ്പോൾ നടക്കുന്നത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ പോകുന്നത് തീർത്തും നല്ലതാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന്റെ കാരണം തമിഴ്നാട്ടിലെ നിലവിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. DMKയും AIADMKയും എന്നേക്കുമായി തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും വിജയുടെ പാർട്ടി പല ആക്ഷേപങ്ങൾ എങ്കിലും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് അത് മാറി സഞ്ചരിക്കുകയാണ്. സോ അവിടെ ഒരു ബദൽ, ഒരു പ്രതിപക്ഷമാകാനായിട്ട് ശരിക്കും ഒരു ചാൻസ് ഇപ്പോൾ അവിടെ ഉണ്ട്. അത് BJP പ്രതിപക്ഷത്തേക്ക് വരുന്നത് തമിഴന്മാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അണ്ണാമലൈ BJP വിട്ട് ഒരു സ്വന്തം പാർട്ടിയുമായിട്ട് വന്നാൽ ഒരു പക്ഷേ കുറെ കൂടെ വേഗത്തിൽ അദ്ദേഹത്തിന് തമിഴ് ജനതയുടെ സപ്പോർട്ട് കിട്ടിയേക്കാം. അതിന്റെ കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക്, തലച്ചോറിലേക്ക് DMKയും AIADMKയും കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കുത്തിവെച്ചിരിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വൈറസ് ഉണ്ട്. അതിനെ നമ്മൾ പുറത്തെടുക്കാതെ ഒരിക്കലും BJP-ക്കോ കോൺഗ്രസിനോ, BJP-യുടെ ആരും പോട്ടെ, കോൺഗ്രസിന് പോലും തമിഴ് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ല. ഇവിടെ കോൺഗ്രസിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. DMKയുടെ സപ്പോർട്ട് ഇല്ലാതെ കോൺഗ്രസിന് ഒരു MLA പോലും അവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. സോ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അതില്ലാതാക്കുക എന്നുള്ളതാണ് ഈ അണ്ണാമലയുടെ ലക്ഷ്യം. അതില്ലാതാക്കാൻ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ BJP-യിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം ആ മാർഗം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അവിടെ BJP-യെ കൊണ്ടോ മോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ നേരിട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അമിത്ഷായും മോദിയും തമിഴ്നാട്ടിൽ പോയി ഇനി എത്ര ശ്രമിച്ചാലും തമിഴ് ജനങ്ങളെ അവർക്കൊപ്പം കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾക്ക് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ഇപ്പോഴും മോദി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയം അവിടെ പറയുന്നത് എപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയമാണ്.
അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അണ്ണാമലയെ പോലെ ഒരു പ്രാദേശിക നേതാവിനെ അവിടെ ആവശ്യമാണ്. അവിടെ അണ്ണാമല ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് വരികയാണെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് എന്നേക്കുമായിട്ട് അറുതി വരുത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും അണ്ണാമലയെ BJP വിടാൻ സാധ്യതയുണ്ട് എന്ന് വാർത്തകളിൽ മാത്രമേ ഉള്ളൂ. ഇനി BJP വിടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? BJPയിൽ നിന്ന് അണ്ണാമലൈ പോകുന്നില്ല എങ്കിൽ മോദിയും അമിത്ഷായും തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അണ്ണാമലൈ ആഗ്രഹിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. ഈ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അണ്ണാമലൈ പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും നമുക്ക് നല്ലതാണ്, ഉണ്ടാക്കിയില്ല BJPയിൽ തുടർന്നാലും തമിഴ്നാട്ടിൽ അത് നല്ലതാണ്. കാരണം ദ്രാവിഡ രാഷ്ട്രീയം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നിലവിലൊരു ഭീഷണിയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അപ്പോൾ ദേശീയ ബോധമുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും നേതാക്കളുമാണ് നമുക്ക് വേണ്ടത്. ഈ പറയുന്ന കുടുംബ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല. അണ്ണാമലൈ ഏത് പാർട്ടിയിലായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിനൊപ്പമായിരിക്കും, ഈ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്കും ദേശീയ ഭദ്രതയ്ക്കും അനുകൂലമായിട്ടായിരിക്കും, ദേശീയ ബോധം ഉള്ള ഒന്നായിരിക്കും. അദ്ദേഹം തികഞ്ഞ രാഷ്ട്രവാദിയും ദേശീയവാദിയും ദേശസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോവില്ല. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്ന തമിഴ് ജനതയുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള, മണ്ണിൽ വീണിട്ടുള്ള വിഷവിത്തിനെ എടുത്തു കളഞ്ഞ് ദേശീയ ബോധത്തിലേക്ക് തമിഴ് ജനതയെ കൊണ്ടുവരാൻ വലിയൊരളവിൽ കഴിയുന്ന നേതാവാണ് അണ്ണാമലൈ. അദ്ദേഹം അതിനുവേണ്ടി ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് 100% നമ്മുടെ രാജ്യത്തിന് നല്ലതാണ്. അതല്ല അദ്ദേഹം BJPയിൽ തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ടം തുടരുമെങ്കിൽ അതും നല്ലതാണ്. ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. വിവിധ വിഷയങ്ങളിൽ അണ്ണാമലൈ എടുത്തിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തിയിൽ നമുക്കുള്ള വിശ്വാസം. അദ്ദേഹം ഏത് പാർട്ടിയിൽ പോയാലും, പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കാണ് മുൻതൂക്കം. അതുകൊണ്ട് അണ്ണാമലൈയുടെ രാഷ്ട്രീയ മാറ്റവും പുതിയ പാർട്ടിയൊന്നും യാതൊരു തരത്തിലും അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആളുകളുടെ താല്പര്യത്തിനൊരു ഭംഗമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം BJPയിൽ തുടർന്നാൽ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത് വളരെ നല്ലതായിരിക്കും. അതേസമയം തന്നെ അതിൽ തുടർന്നുകൊണ്ടൊരു മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ അദ്ദേഹം ഇറങ്ങിയിട്ടാണെങ്കിലും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രാജ്യത്ത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.